നമ്മൾ ഷോർട്സ് ഇടുമ്പോൾ ഒരു 3-4 ഫീച്ചർ നമുക്ക് ഷോർട്സ് ഇടുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിലത്തെ ഒരു 2 ഫീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. എൻ്റെ ഒരു കഴിഞ്ഞ ഷോർട്സിൽ സംഗീത ചേച്ചി പറഞ്ഞൊരു യൂട്യൂബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ കമൻസിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആ 2 ഫീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാൻ ആ ഫീച്ചർ നന്നായിട്ട് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ, ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞങ്ങളിവിടെ എല്ലാവരും സുഖമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ കഴിഞ്ഞൊരു ഷോർട്ടിൽ സംഗീത ചേച്ചി ഒരു യൂട്യൂബറാണ്. ഞാൻ സംഗീത ചേച്ചിയുടെയും ചാനലിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അവരുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ അവരെയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവരെന്നോട് കഴിഞ്ഞ ഷോർട്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഷോർട്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഷോർട്സ് ഇടുന്ന രീതി ഉണ്ടല്ലോ. നോർമലി നമ്മൾ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമല്ലോ. ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് കാണും ഷോർട്സിൻ്റെ, അല്ലേ? നമുക്കൊരു ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട് അവിടെ. ഇവിടെ എവിടെയെങ്കിലും വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഗ്രീൻ ആവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കിട്ടും. നമ്മുടെ മൊബൈലിൽ ഉള്ള കുറച്ച് ഫോട്ടോസ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ആവും. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഏതെങ്കിലും ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഫോട്ടോ ആയി മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഷോർട്സിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. കാരണം എന്നെ പോലെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ മോസ്റ്റ്ലി വീഡിയോസ് വീട്ടിലാണ് ഷൂട്ട് ചെയ്യണത്, വീട്ടിലിരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ചിലപ്പോൾ ചില ലിപ്സിങ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സൂട്ട് ആവുമായിരുന്നു എന്ന് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത്. പിന്നെ വേറൊരു ഫീച്ചർ ഉള്ളത്, നമുക്ക് ഷോർട്സിലോ അല്ലെങ്കിൽ വീഡിയോയിലോ നമുക്കിപ്പോൾ ഒരു കമൻറ്റ് വരികയാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. അതല്ലാണ്ട് ഒരു ഈസി മെത്തേഡ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഷോർട്സിലൊരു കമൻറ്റ് വന്നു, ഒരു ചോദ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 3 ഡോട്ട്സ് ഉണ്ടല്ലോ, കമൻറ്റ്സിൻ്റെ സൈഡിലൊരു 3 ഡോട്ട്സ് ഉണ്ടാവുമല്ലോ. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സേവിൻ്റെ ഓപ്ഷൻ ഉണ്ട്, കമൻറ്റിനെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കമൻറ്റിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പുതിയൊരു ഷോർട്സ് ഉണ്ടാക്കുകയാണ്. ആ ക്വസ്റ്റ്യനുള്ള മറുപടി ഷോർട്സാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്സിൽ പോയി നോർമലി ഷോർട്സ് ഇടുന്ന മാതിരി പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് അതേപോലെ ആ സൈഡിൽ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ താഴെ ഒരു ആരോ ഐക്കൺ ഉണ്ട്. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള കമൻറ്റ്സ് നമുക്ക് അവിടെ കാണാം. ഓക്കെ, അപ്പോൾ അതിന്ന് നമ്മൾ സേവ് ചെയ്ത കമൻറ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ആ കമൻറ്റ് നമുക്ക് ഡിസ്പ്ലേ ആവും. ഓക്കെ, നമ്മൾ മറുപടി കൊടുക്കണ ആ കമൻറ്റ് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ആവും. അപ്പോൾ അതൊരു ഈസി മെത്തേഡായിട്ട് എനിക്ക് തോന്നി. അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യണം, ക്രോപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പല ഇതുണ്ട്, അല്ലേ? അപ്പോൾ ഇത് കുറച്ച് ഈസി ആയിട്ട് തോന്നി. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.